ഈശോയ്ക്ക് അറിയായിരുന്നു, എനിക്കറിയില്ലെങ്കിൽ പോലും ഞാൻ എന്താവണം എന്നുള്ളത്. അപ്പോൾ ആ സർജൻ ആയപ്പോഴും കാർഡിയാക് സർജൻ ആയപ്പോഴും എല്ലാം ആ തീരുമാനങ്ങളിലെല്ലാം ഈ വചനമായി അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എന്തിനോടാ യെസ് പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യത്തോടാണെന്ന് ഉറപ്പാണ്, ഈശോ നിന്റെ കൂടെയുള്ള ഒരു ജീവിതത്തിലേക്കാണ് ഞാൻ യെസ് പറയുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യത്തിൽ ഇത്രയും പ്രായമായ ദമ്പതികള് 4ാമത്തെ കൊച്ചിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ മുൻപിൽ ഒരു ചോദിച്ചു വരുന്നു, എന്തിന് ഇത്രയും കോംപ്ലിക്കേഷൻ സഹിക്കുന്നു എന്നുള്ളത്. പക്ഷെ അത് ഈശോയുടെ ഒരു വാഗ്ദാനമായിരുന്നു. ഹലോ ഓൾ, ഞാൻ റിനറ്റ് സെബാസ്റ്റ്യൻ. ഇവിടെ ആലുവയിൽ താമസിക്കുന്നു. ഡോക്ടറാണ്. ഞാൻ അങ്കമാലി അപ്പോളോ അഡ്ലെക്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ഭാര്യ രമ്യ മാത്യുവും ഒരു ഡോക്ടറാണ്. ആള് രാജഗിരി ഹോസ്പിറ്റലിൽ, ആലുവയ്ക്കടുത്ത് ചുണങ്ങമേലി രാജഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് 4 കുട്ടികളാണ്. മൂത്ത ആള് റെയിൻ മറിയം ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇവിടെ കോട്ടയത്ത് മാന്നാനത്ത് KE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുകയാണ്. 11th റെയിൻ്റെ 11th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ ആള് റൂഹ മാദ്രി 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത് ഋതു മർഗരീത്ത 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവർ രണ്ടുപേരും ആലുവയിൽ ജീവസ് CMI സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഈ 3 പേർക്ക് ശേഷം കഴിഞ്ഞ 11 മാസം മുമ്പ് ഞങ്ങൾക്കുണ്ടായ കൊച്ചുമിടിക്കുകയാണ് റേ മോണിക്ക. ഞങ്ങൾ മോനി എന്ന് വിളിക്കും. മോനിക്കയ്ക്ക് 11 മാസമായിട്ടേ ഉള്ളൂ. റെയിനെ ഞങ്ങൾ അല്ലി എന്നാണ് വിളിക്കുന്നത്. റെയിൻ്റെ മാമോദിസ പേര് അൽഫോൻസാണ്. അപ്പോൾ അൽഫോൻസയുടെ ചുരുക്കപ്പേരായിട്ട് അല്ലി എന്ന് ഞങ്ങൾ റെയിനെ വിളിക്കും. അല്ലി മാത്രം ഇപ്പോൾ മാന്നാനത്ത് KE സ്കൂളിൽ പഠിക്കുന്നു. ഞങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ ജീസസ് യൂത്ത് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്കൂൾ പഠിച്ച് കോളേജിലേക്കൊക്കെ കയറിയ സമയത്ത്, മെഡിക്കൽ കോളേജിലേക്ക് കയറുന്ന സമയത്ത് ആണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് ബാപ്റ്റൈസ്ഡ് ആവുന്നത്. അന്ന് ജീസസ് യൂത്തിലെ പ്രെയർ ഗ്രൂപ്പിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് കയറുന്നതിന് മുമ്പേ എൻ്റർ ചെയ്യുന്നത്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ JY പ്രെയർ ഗ്രൂപ്പിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അംഗമാവുന്നതിന് മുൻപേ ഞാൻ അംഗമായി. കാരണം ഞാൻ ഒരു കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് എൻ്റെ വീടടുത്താണ്. രമ്യയും അതേപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ആക്റ്റീവായിട്ട് ജീസസ് യൂത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഡോക്ടേഴ്സ് സെൻട്രൽ ടീം, ജീസസ് യൂത്ത് പ്രൊഫഷണൽ മിനിസ്ട്രിയുടെ ഒരു ഭാഗമായ ഡോക്ടേഴ്സ് സെൻട്രൽ ടീമിൽ രണ്ടുപേരും ആക്റ്റീവായിട്ട് തുടർന്നു പോരുന്നു. ചെറുപ്പകാലത്ത് ഞാനൊരു സാധാരണ കുട്ടി എന്ന രീതിയിലേ എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നാറുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതകളൊന്നും ഉള്ള ആളായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഒരുപാട് കളിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ വലിയ മോശമല്ലായിരുന്നു. എങ്കിലും ചെറുപ്പത്തിൽ എന്തായി തീരണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇന്നതാവണം, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവണം, അങ്ങനത്തെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ വ്യക്തമായ ലക്ഷ്യങ്ങളോ ഒന്നും ആയിട്ട് പഠിച്ച ആളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും അതിന് ശേഷമുള്ള കാലങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും തട്ടിത്തടഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ എന്നെ ഇങ്ങനെ വശങ്ങളിലൂടെ സൈഡിലൂടെ ഇങ്ങനെ ഒരു കൈകൊണ്ട് തട്ടി മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു കരം, അതെനിക്കിപ്പം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം 12th കഴിഞ്ഞിട്ട്, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം എൻട്രൻസ് എഴുതി കിട്ടിയില്ല. അപ്പം എല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം ഞാനും റിപ്പീറ്റ് ചെയ്യാൻ പോയി. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മെഡിസിനും എഞ്ചിനീയറിങ്ങിനും രണ്ടിനും അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ ഒരു റാങ്ക് കിട്ടി. അപ്പോഴും എനിക്ക് ഫിസിക്സും മാത്സും ഒക്കെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. എങ്കിലും വീട്ടിൽ നിന്ന് ആഗ്രഹം ഡോക്ടർ ആകണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഡോക്ടറായി, അല്ലെങ്കിൽ MBBS ചേർന്നു. അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഒരു മാനുഷികമായ ഒരു ഘട്ടത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ എന്തിനാണ് അന്ന് MBBS എടുത്തത്, എനിക്ക് ഫിസിക്സ് ആയിരുന്നില്ല ഇഷ്ടം, മാത്സ് ആയിരുന്നില്ല ഇഷ്ടം എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ ആലോചിച്ച് നോക്കാം. പക്ഷേ ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്കറിയാം
അന്ന് എന്തുകൊണ്ടാണ് ഞാൻ MBBS സെലക്ട് ചെയ്തത്, MBBSന് ശേഷം എന്തുകൊണ്ടാണ് ഞാൻ സർജറി സെലക്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് ഞാനൊരു കാർഡിയാക് സർജറി സെലക്ട് ചെയ്ത് കാർഡിയാക് സർജനായി മാറിയത് എന്നുള്ളതൊക്കെ എൻ്റെ തീരുമാനങ്ങൾ എന്നുള്ളതിലും അധികം അത് ഞാൻ പറയുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ തീരുമാനങ്ങളായിരുന്നു. കാരണം ഞാൻ ഇപ്പോൾ ഒരു കാർഡിയോ തൊറാസിക് സർജനാണ്, ഒരു കാർഡിയാക് സർജനാണ്. ആൻഡ് ഐ ആം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഇൻ ഇറ്റ്. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഈശോ തന്ന പ്രൊഫഷനിൽ ഒരുപാട് സന്തോഷത്തോടു കൂടിയും സംതൃപ്തിയോടു കൂടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ അന്നൊക്കെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സംതൃപ്തിയും സന്തോഷവും എനിക്ക് കിട്ടുമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ തീരുമാനമെടുത്ത ഓരോ നിമിഷങ്ങളിലും അത് പ്രാർത്ഥനയോടെ എടുക്കാൻ കർത്താവ് അനുവദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ +2 സമയത്താണ് ഈശോ ആയിട്ട് ഒരു ചെറിയ തോതിൽ ഞാനൊന്ന് അടുക്കുന്നത്. അതുവരെ ഒരു സൺഡേ ക്രിസ്ത്യൻ എന്ന രീതിയിലുള്ള ഒരു കാത്തലിക് ലൈഫ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ +2 കഴിഞ്ഞിട്ട് ഈ എൻട്രൻസിന് പഠിക്കുന്ന സമയത്ത് ഞാൻ അന്ന് തൃശ്ശൂർ PC തോമസ് സാറിൻ്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നാണ് പഠിച്ചത്. ആ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമായിരുന്നു എല്ലാ ദിവസവും ഒരു നോട്ട്ബുക്കിൽ ഡേറ്റ് എഴുതി ഒരു വചനം എഴുതുക എന്നുള്ളത്. 1 ഹോളി വേർഡ് പെർ ഡേ. അത് 1999 1999 ഞാൻ ആരംഭിച്ച ആ ശൈലി ഇന്നലെ വരെ ഞാൻ തുടരുന്നുണ്ട്. ഇടയ്ക്ക് 1-2 ദിവസങ്ങളിൽ വിട്ടുപോകുമായിരിക്കും തിരക്ക് കാരണം. പക്ഷേ എങ്കിലും എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നോട്ട്ബുക്കുകൾ എൻ്റെ അടുത്തുണ്ട്. ഓരോ ദിവസവും ഡേറ്റ് എഴുതി ഒരു വചനം എഴുതുന്നത്. അപ്പോൾ ആ വചനം അന്ന് പ്രാവർത്തികമാകുമോ അല്ലയോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും അന്ന് തൊട്ടേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓരോ ഘട്ടങ്ങളിലും എന്നെ നയിക്കുന്ന ഈശോയുടെ കരം എനിക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ MBBS കിട്ടിയ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞാൻ ജോയിൻ ചെയ്യുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജോയിൻ ചെയ്യുന്നതിന് മുൻപേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജീസസ് യൂത്ത് പ്രെയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു. അന്ന് മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ദേവഗിരി എന്ന് പറയുന്ന ഇടവകയാണ്. അപ്പോൾ അത് തന്നെയാണ് മെഡിക്കൽ കോളേജിൻ്റെ ഇടവക. മെഡിക്കൽ കോളേജ് പ്രെയർ ഗ്രൂപ്പ് ഇതിന് തൊട്ടടുത്താണ് നടക്കുന്നത്. അന്ന് എല്ലാ ദിവസവും കുർബാനയ്ക്ക് ശേഷം കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും പള്ളിയുടെ മുറ്റത്ത് നിന്ന് എന്തോ പിറുപിറുത്തിട്ട് പോകുന്ന കാണാം. പ്രാർത്ഥിക്കുകയാണ്. അവരൊരു 1 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പോൾ അത് എന്താ അവർ ചെയ്യുന്നതെന്ന് എനിക്ക് മെഡിക്കൽ കോളേജിൽ കയറുന്നതിന് മുമ്പ് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞ് ആരോ പറഞ്ഞറിഞ്ഞ് എന്നെ മെഡിക്കൽ കോളേജ് പ്രെയർ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മെഡിക്കൽ കോളേജ് പ്രെയർ ഗ്രൂപ്പിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരും വൈകുന്നേരം 6 മണിയുടെ കുർബാനയ്ക്ക് ശേഷം ആ പള്ളിമുറ്റത്ത് നിന്ന് ഒന്ന് വട്ടം കൂടി നന്മ നിറഞ്ഞവരെയും പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ ആ ഒരു ശൈലിയിലേക്ക് അന്ന് തൊട്ട് ഞാൻ ചേർക്കപ്പെട്ടു. അതിനുശേഷം മെഡിക്കൽ കോളേജിലെ MBBSന് ശേഷം ഈ പറഞ്ഞ ജനറൽ മെഡിസിൻ എന്ന ഒരു സ്പെഷ്യാലിറ്റിയോട് ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ എൻട്രൻസിൽ ജനറൽ മെഡിസിൻ സീറ്റ് കിട്ടിയില്ല. സർജറി എന്ന് പറയുന്നത് ഞാൻ ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള പല സർജൻസും MBBSന് ചേരുന്നതിന് മുമ്പേ സർജൻ ആവണം എന്നുള്ള ആഗ്രഹമായിട്ടൊക്കെ വരുന്നവരാണ്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നും സർജറിയോട് ഉണ്ടായിരുന്നില്ല, ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് മെഡിസിൻ കിട്ടാതായപ്പോൾ പിന്നെ സർജറി അവൈലബിൾ ആയിരുന്നു, സർജനായി. ആൻഡ് സർജറിക്ക് ശേഷം കാർഡിയാക് സർജറിയിലേക്ക് ഇൻവോൾവ് ആയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാം, ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഈശോയ്ക്ക് അറിയായിരുന്നു, എനിക്കറിയില്ലെങ്കിൽ പോലും ഞാൻ എന്താവണം എന്നുള്ളത്. അപ്പോൾ ആ സർജൻ ആയപ്പോഴും കാർഡിയാക് സർജൻ ആയപ്പോഴും എല്ലാം ആ തീരുമാനങ്ങളിലെല്ലാം ഈ വചനമായി അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പ്രൊഫഷണൽ എന്തായി എന്നുള്ളതല്ല ഞാൻ അതിനകത്ത് കാണുന്ന ഒരു വലിയ കാര്യം. ഞാൻ എന്തു തന്നെ ആയാലും എന്തായില്ലെങ്കിലും ഈ വഴികളിലെല്ലാം എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഈശോ ഉണ്ടായിരുന്നു. ആ ജീസസ് യൂത്ത് പകർന്നു തന്ന ഈശോയുടെ അനുഭവം. അതിനുശേഷം ഒരു MBBS ശേഷം നമുക്കൊരു 3 ആഴ്ച പ്രൊഫഷണൽസ് ടു മിഷൻ എന്ന് പറഞ്ഞിട്ട് അദീലാബാദ്, ആന്ധ്രയിലുള്ള അദീലാബാദിൽ ഒരു 3 ആഴ്ച മിഷനിൽ പോകാനുള്ള അനുഭവം കിട്ടി. അങ്ങനെ പടിപടിയായിട്ട് വളർത്തിക്കൊണ്ട് വന്ന ഒരു ഈശോയുടെ ബന്ധമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഒരു സാധാരണ ആശുപത്രി ജീവനക്കാരൻ്റെ ഒരു മകളായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ജനിച്ച സമയം മുതൽ ESI ഹോസ്പിറ്റൽ, ഉദ്യോഗമണ്ഡൽ, പിന്നെ എറണാകുളം നോർത്ത്, അവിടെയൊക്കെയുള്ള സാധാരണ ഗവൺമെൻറ് ഒരു ക്വാർട്ടേഴ്സിലായിരുന്നു ജീവിതമൊക്കെ. അപ്പോൾ ആശുപത്രി മണം അടിച്ചിട്ടാണ് ജനിച്ചതും ജീവിച്ചതും ഒക്കെ. അപ്പോൾ തുടങ്ങിയുള്ളൊരു ഡ്രീമാണ്. പപ്പ ഒരു സാധാരണ ജീവനക്കാരനാണ് ആശുപത്രിയിലെ. അതുകൊണ്ട് ഉള്ളിൽ ആ ഒരു ആഗ്രഹം, ഒരു ഡ്രീമും, ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു ഡ്രീം കുഞ്ഞുനാൾ മുതൽ തന്നെ ഈശോ എനിക്ക് തന്നിരുന്നു. പപ്പയ്ക്കുള്ള യൂണിഫോം വെള്ളയാണ്. അപ്പോൾ പപ്പയുടെ വെള്ള ഷർട്ട് വീട്ടിൽ വരുമ്പോൾ ഒന്ന് ഇട്ട് നോക്കും. അപ്പോൾ അതെനിക്ക് മുട്ടിന് കീഴെ വലിപ്പമുണ്ട്.
അപ്പോൾ അതൊരു ഡ്രീം, അതൊരു കോട്ടായിട്ടൊക്കെ മാറണമൊക്കെ കുഞ്ഞുനാൾ മുതൽ ഭയങ്കര ഡ്രീമായിരുന്നു. പക്ഷേ ഈശോയുടെ ഒരു കൃപ, പ്രത്യേകിച്ച് വിശുദ്ധ അന്തോനീസിൻ്റെ ഞാൻ സെയിൻറ്റ് ആൻ്റണീസ് സ്കൂൾ കച്ചേരിപ്പടിയിലാണ് പഠിച്ചിരുന്നത്, വരാപ്പുഴ രൂപതയുടെ. അപ്പോൾ ആ ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻറ്റിൻ്റെ ഒരു പ്രസൻസും അങ്ങനെ ഒരു പ്രയർഫുൾ ആയിട്ടുള്ള ഒരു സ്കൂൾ അന്തരീക്ഷമൊക്കെ KCSൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു യങ് സ്റ്റേജ് മുതലേ ഉണ്ട്. അതിൻ്റെ ക്വിസിന് പോവുക, അതിൻ്റെ സ്റ്റഡി സർക്കിളിന് പങ്കെടുക്കുക, അങ്ങനെയൊക്കെ ആക്റ്റീവായിരുന്ന സമയത്ത് 10th കഴിഞ്ഞു. അത്യാവശ്യം നല്ലൊരു മാർക്ക് 10th ഉണ്ടായിരുന്നു. നല്ല ഒരു +2 ഒരു സെൻറ്ററിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ ഉള്ളൊരിത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഈശോ വിശുദ്ധ അന്തോനീസിൻ്റെ മാധ്യസ്ഥത്തിൽ എനിക്ക് എൻട്രൻസ് തരും എന്നൊക്കെ ഉള്ളൊരു ഡ്രീമിൽ അങ്ങനെ പോവുകയാണ്. നല്ല രീതിയിൽ പഠിച്ചു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്കത് കിട്ടിയില്ല. വളരെ നിയറായിട്ടുള്ളൊരു റാങ്ക് സെലക്ഷൻ ഉണ്ടായി, പക്ഷേ വിചാരിച്ച അത്രയും നല്ലൊരു കോളേജിലേക്കൊന്നും അഡ്മിഷൻ കിട്ടുന്നില്ല. വളരെ മനസ്സ് ഡൗൺ ആയിപ്പോയ, കാരണം ഞാൻ അതുവരെ ആശ്രയിച്ചിരുന്നത് എൻ്റെ കഴിവിലാണ്. കാരണം അതുവരെ എല്ലാ ക്വിസ് കോമ്പറ്റീഷനുകളിലും എല്ലാത്തിലും നല്ല മാർക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയാണ്, ഓക്കെ ഇത് എൻ്റെ കഴിവിനാൽ തന്നെ പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു ഡ്രീമാണ്. എൻ്റെ ഒരു എടുത്തുചാട്ട പ്രകൃതം എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു, പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടത്തിൽ. എൻ്റെ ടീച്ചർ, എൻ്റെ ഒരു മിസ് ഉണ്ടായിരുന്നു, എൽസോത്ത് മിസ്. 3 വർഷം എന്നെ ഒരുമിച്ച് പഠിപ്പിച്ചിരുന്ന മിസ്സാണ്. 8, 9, 10 കാലഘട്ടങ്ങൾ ഒരേ ടീച്ചറാണ്. എന്നെ വെപ്രാളക്കാളാന്നാണ് വിളിച്ചിരുന്നത്. കാരണം എല്ലാം ഒരു പെട്ടെന്ന് ചെയ്യണം, ഒരു വെപ്രാളമുള്ള കൂട്ടത്തിലായിരുന്നു. ഈ 12th കഴിഞ്ഞ് ഇതൊന്നും കിട്ടാതായി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഷാറ്റേർഡ് ആയിപ്പോയി. ആ സമയത്താണ് ആക്ച്വലി ബൈബിൾ തുറന്നൊന്ന് വായിക്കാം എന്നൊക്കെയുള്ളൊരു ചിന്തയും ഒക്കെ വരുന്നത്. ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോണോ? ആ സമയത്ത് തുറക്കുമ്പോൾ ആക്ച്വലി സങ്കീർത്തനങ്ങൾ 32-ാം അധ്യായത്തിൽ എനിക്ക് 8ാമത്തെ വചനമാണ് കിട്ടുന്നത്. ഞാൻ നിന്നെ ഉപദേശിക്കാം, നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചിരുന്ന് നിന്നെ ഉപദേശിക്കാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദൈവമേ, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം എൻ്റെ മുകളിലുണ്ടെന്നുള്ളൊരു ആ ഒരു 12th വെച്ചിട്ട് എനിക്കൊരു ഫീല് കിട്ടുന്നത്. ഒരു ഡാനിയൽ അച്ഛൻ്റെയൊക്കെ ടോക്കിൽ നമ്മൾ കേൾക്കുന്ന ആ ഒരു ലോഗോസും റേമയും ഒക്കെ നമ്മൾ കേൾക്കില്ല. ദിസ് ഇസ് റേമ എന്നുള്ളത് എനിക്ക് അന്നാണ് ഇത് ഈശോ എനിക്കിട്ട് പറഞ്ഞതാ എന്നെനിക്ക് മനസ്സിലായത്. കാരണം അതിൻ്റെ നെക്സ്റ്റ് സെൻറ്റൻസാണ് എന്നെ കൂടുതൽ ടച്ച് ചെയ്തത്. നീ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയും കോവർ കഴുതയെ പോലെയും കുതിച്ചു ചാടരുത്. കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിൻ്റെ വരുതിയിൽ നിൽക്കുകയില്ലല്ലോ. എനിക്ക് വളരെ കൺവിക്ഷൻ കിട്ടിയ ഒരു സെൻറ്റൻസ് ആയിരുന്നു അത്, ഒരു ബൈബിൾ വേഴ്സ് ആയിരുന്നു അത്. കാരണം കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ച് നീ ഇരുന്ന് പഠിച്ച് നീ നേടേണ്ട ഒന്നാണത്. നിനക്ക് കാഷ്വലായിട്ട് കിട്ടിപ്പോകേണ്ട ഒരു കാര്യമല്ല അത്. ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നി. കാരണം എൻ്റെ മിസ്സൊക്കെ ഇങ്ങനെ ഈ വെപ്രാളക്കാളെന്നൊക്കെ വിളിച്ച് പരിചയമുള്ളപ്പം ഈ കോവർ കഴുത എന്നുള്ള ടേം തമ്പുരാൻ എന്നെ വിളിച്ചതാന്ന് തന്നെ എനിക്ക് വളരെ ബോധ്യമാണ്. കാരണം അത്രയും ഒരു പേഴ്സണൽ ഇൻറ്റിമസി ദൈവത്തോട് തോന്നാനിടയായി. കാരണം അപ്പനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ നമ്മളെ സ്നേഹപൂർവ്വമുള്ളൊരു വാക്കുകൊണ്ടൊക്കെ ചിലപ്പോൾ ചീത്ത വിളിക്കുക, എടി വെപ്രാളക്കുട്ടി എന്നൊക്കെ പറയുക. അപ്പോൾ ഈ കോവർക്കഴുതാന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ ഇൻറ്റിമേഷൻ ദൈവത്തോട് തോന്നുകയാണ്. എൻ്റെ അപ്പനെ എന്നെ വിളിക്കുന്നത് എന്നൊരു ബോധ്യം തോന്നുക. അങ്ങനെയാണ് ആദ്യമായിട്ട് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നത്. പാലയിലേക്ക് വന്ന്, പാല ബ്രില്യൻറ്റിൻ്റെ ആദ്യത്തെ ബാച്ചുകളായിരുന്നു ആ സമയത്ത് അവിടെ. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ റാങ്ക് ഒന്ന് അടുത്ത് വന്നത് കാരണം വലിയ കുഴപ്പമില്ലാതെ തമ്പുരാൻ അവിടെ ഒരു സീറ്റ് പഠിക്കാനായിട്ട് അനുവദിച്ചു. ആക്ച്വലി അതെൻ്റെ ഒരു പ്രീ ജീസസ് യൂത്ത് കാലഘട്ടമായിരുന്നു. ഈ പാലയിൽ ഉണ്ടായിരുന്ന ഈ ഒരു വർഷക്കാലം എല്ലാ ദിവസവും എക്സാംസൊക്കെ ഉണ്ടാവുമെങ്കിലും കാലത്ത് കുർബാനയ്ക്ക് പോകാനായിട്ടുള്ള എൻ്റെ ഒരു കോള് കിട്ടിത്തുടങ്ങി. ലേഖനം വായിക്കും, ശുശ്രൂഷയും ഞാൻ തന്നെ. ആ ചാപ്പലിൽ അവിടെ നിന്ന് പഠിച്ച ആ റിപ്പീറ്റ് ബാച്ചിൽ ഒരു വർഷം മുഴുവനും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള എൻ്റെ ഒരു ഭാഗ്യം ഈശോ തന്നു. ദാറ്റ് വാസ് മൈ പ്രീ ജീസസ് യൂത്ത് ഇറ എന്ന് തന്നെ പറയാം. അന്ന് ജീസസ് എന്ന് കേട്ടിട്ടൊന്നുമില്ല. ആ ഒരു ഇതിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്ക് അഡ്മിഷൻ ഈശോ തന്ന് അനുഗ്രഹിക്കുന്നത്. അവിടേക്ക് കയറി തുടങ്ങി ഞങ്ങളുടെ LHൻ്റെ ഒരു ഒറ്റ ഓട്ടത്തിന് അവിടെ പള്ളിയിൽ കുർബാനയുടെ മണി അടിച്ചിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് കയറിയാലും അത്രയും അടുത്തായിട്ട് ഈശോ പരിശുദ്ധ കുർബാന തന്ന് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ LH ലേഡീസ് ഹോസ്റ്റൽ, മെഡിക്കൽ കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിൽ ജീസസ് യൂത്ത് ആയിട്ടുള്ള സീനിയേഴ്സ് ഉള്ള റൂമുകളുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ദൂരെയാണല്ലോ മാറി നിൽക്കുന്നത്. അപ്പോൾ അതിൽ ജീസസ് യൂത്ത് ആയിട്ടുള്ള ചേച്ചിമാരുടെ റൂമുകളുടെ നമ്പറും ലൊക്കേഷനും ഒക്കെ ഇപ്പോഴും മെമ്മറിയിലുണ്ട്. കാരണം എന്തൊരു ബുദ്ധിമുട്ട് വരുന്നാലും ഒറ്റപ്പെടൽ തോന്നിയാലും ഒന്ന് മനസ്സ് തകരണ ഒരു ഫീൽ ഉണ്ടായാലും ഒന്ന് ഏത് സമയത്തും രാത്രിയിൽ എത്ര മണിയെന്നൊന്നുമില്ല, ആ സമയത്ത് ഓടിക്കയറി ചെല്ലാൻ ആ ഒരു റൂമിൻ്റെ ഡോറ് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിരിക്കും. ആ ചേച്ചിമാരുടെ ഒരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് യൂത്തിലേക്ക് കടന്നു വരണമെന്നും റെഗുലറായിട്ട് എക്സാം ആണെങ്കിലും
പ്രയർ ഗ്രൂപ്പിൽ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ഫീലിലേക്ക് വരുന്നത്. സെക്കൻഡ് ഇയർ തുടങ്ങി ആക്ച്വലി ഫസ്റ്റ് ഇയറിൽ പ്രൊഫിക്കസ് എന്ന് പറഞ്ഞിട്ട് ഈ മിഷന് പോയ ജീസസ് യൂത്തിലെ സീനിയേഴ്സൊക്കെ ഒരുക്കി തന്ന പ്രൊഫിക്കസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഇടയായി. ഫസ്റ്റ് ഇയർ MBBS കഴിഞ്ഞ് ഞങ്ങൾ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിൽ നിന്നും ഫസ്റ്റ് ഇയർ MBBS കഴിഞ്ഞ കുട്ടികൾ അറ്റൻഡ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു അത്. ആക്ച്വലി അതിലാണ് ഒരു ഒത്തൻറ്റിക് എൻകൗണ്ടർ ഈശോയുമായിട്ട് ഉണ്ടാവുന്നത്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ സ്ഥിരം പാടുന്ന ആ ഒരു യെസ് ലോഡ് യെസ് ലോഡ് യെസ് യെസ് ലോഡ് എന്ന് പറയുന്ന ആ ഒരു സോങ്, ഞാൻ എന്തിനോടാ യെസ് പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യത്തോടാണെന്ന് ഉറപ്പാണ്, ഈശോ നിൻ്റെ കൂടെയുള്ളൊരു ജീവിതത്തിലേക്കാണ് ഞാൻ യെസ് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിനപ്പുറത്തേക്കുള്ളത് ക്ലിയർ അല്ല. നിൻ്റെ ഈശോയുടെ വചനങ്ങളും ഈശോയുടെ എൻകൗണ്ടറും നിൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവും എന്നാണ്. ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഈശോ കാണിച്ചു തരും. പിന്നെ അങ്ങോട്ടുള്ളതൊരു മിസ്റ്റിയാണ്, പക്ഷേ തമ്പുരാൻ അങ്ങേ അറ്റത്തുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. ആ ഒരു ക്ലിയർ കട്ട് സ്ട്രോങ് ഒരു ഗ്രിപ്പ് അല്ലെങ്കിൽ ഹോൾഡ് ഈശോ തന്നത് ആ ഒരു പ്രോഗ്രാംസിലൂടെയാണ്. അങ്ങനെ പ്രൊഫഷണൽ സെൻട്രൽ ടീമിൻ്റെ ഭാഗമായിട്ടാണ് മെഡിക്കൽ കോളേജിലെ ആ ഒരു ജീസസ് യൂത്ത് ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് കുടുംബജീവിതത്തിലായാലും പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ടൈമിലായാലും പിന്നെ ഉള്ള ഫാമിലി ലൈഫിലായാലും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായാലും കട്ടയ്ക്ക് ഈശോയുടെ കൂടെ തന്നെ നിൽക്കാനായിട്ടുള്ള കൃപ അവിടെ നിന്ന് തരുന്നതാണ്. അവിടുത്തെ ആഗ്രഹമാണ് ഒപ്പം എൻ്റെയും. ഞങ്ങൾക്ക് 4 കുട്ടികളാണെന്ന് പറഞ്ഞിരുന്നു. അതിൽ 2010-ലും 2015-ലും 2018-ലും അങ്ങനെ 8 കൊല്ലത്തിൻ്റെ ഗ്യാപ്പിലാണ് ആദ്യത്തെ 3 കുട്ടികളും ജനിക്കുന്നത്. അതിനുശേഷം എനിക്ക് വയസ്സപ്പം 38 കഴിഞ്ഞു, ഇദ്ദേഹത്തിന് 34 കഴിഞ്ഞു. അങ്ങനെ 40കളോടടുത്ത് ഒരു സമയത്ത് 4മതൊരു കുട്ടി ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു, എന്ന് വിചാരത്തിലായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ കുടുംബത്തിന് വേണ്ടി ദിവസം ചൊല്ലുന്ന കൊന്തയിൽ 5 രഹസ്യത്തിൽ ആദ്യത്തെ രഹസ്യം ഞാൻ എനിക്കും രമ്യയ്ക്കും വേണ്ടിയാണ് ചൊല്ലുക. ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു രഹസ്യം ചൊല്ലും. രണ്ടാമത്തത് മൂത്ത ആൾക്ക്, മൂന്നാമത്തെ രഹസ്യം രണ്ടാമത്തെ കൊച്ചിന്, 4മത്തെ രഹസ്യം 3മത്തെ കൊച്ചിന്. അപ്പോൾ 5മത്തെ രഹസ്യം വേക്കൻ്റാണ്. 5മത്തെ രഹസ്യം ആർക്ക് വേണ്ടിയാണ് ചൊല്ലുന്നതെന്ന്, കുടുംബത്തിന് വേണ്ടിയാണ് ചൊല്ലുന്നതെന്ന് ഞാൻ ആദ്യം ഈശോയോട് പറയും. അപ്പോൾ 5മത്തെ രഹസ്യം ആർക്ക് വേണ്ടിയാണ് ചൊല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇനി കുട്ടി ജനിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് 45 വയസ്സും രമ്യയ്ക്ക് 41 വയസ്സും പിന്നിട്ടതിന് ശേഷം ആണ് ഈശോ ഞങ്ങളുടെ 4മത്തെ കൊച്ചിനെ ഞങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. മാതാപിതാക്കളുടെ പ്രായം കൂടുന്നതനുസരിച്ച്, മെറ്റേണൽ ഏജും പെറ്റേണൽ ഏജും ഒക്കെ കൂടുന്നതനുസരിച്ച് പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആകും എന്ന് പഠിപ്പിക്കുന്ന ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ ഒരു അവസരത്തിൽ ഇങ്ങനൊരു കൊച്ചിനെ കിട്ടുമ്പം സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നെറ്റി ചുളിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇനി ഈ സമയത്ത് വേണോ? അതിലും ഒരു കൂടുതൽ കോംപ്ലിക്കേഷൻ വന്നത് രമ്യയുടെ ആദ്യത്തെ 3ഉം സിസേറിയനാണ്. അപ്പം 4മതൊരു സിസേറിയൻ, 3 തവണ സിസേറിയൻ ചെയ്ത ഒരു യൂട്രസിൽ നമ്മൾ നിർവഹിക്കണം. എഗെയിൻ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഈശോയുടെ ഈ ഗിഫ്റ്റ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ആദ്യത്തെ 1 മാസം തന്നെ രമ്യയ്ക്ക് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് അബോർഷനായി പോയി. കാരണം ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, പ്രകൃതി തന്നെ ഒരു കുട്ടി സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രകൃതി തന്നെ ആ പ്രഗ്നൻസിയെ കളയും, അതിൻ്റെ ഭാഗമായിട്ട് അത് കളഞ്ഞിട്ടുണ്ടാവും എന്ന് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥന തുടർന്നു. പക്ഷേ ആ ബ്ലീഡിങ് ഉണ്ടായതിനു ശേഷവുമുള്ള സ്കാനിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു കൊച്ചു സാക്കിൽ, ഫീറ്റൽ സാക്കിൽ ഈ ഭ്രൂണം വളരുന്നുണ്ട്, അതിന് ഹൃദയമിടിപ്പുണ്ട്. പക്ഷെ അത് പോയി പിടിച്ചിരിക്കുന്നത് പഴയ 3 സിസേറിയനും ചെയ്ത സ്കാറിൻ്റെ അവിടെയാണ്. ഒരു സ്കാർ പ്രഗ്നൻസി പോലെയാണ് അത് വളരുന്നത്. പിന്നെ ഓരോ ഘട്ടങ്ങളിലും ഈ സ്കാനിൽ വ്യക്തമാവാൻ തുടങ്ങി ഇതിൻ്റെ പ്ലസൻറ്റ, മറുപിള്ള എന്ന് പറയുന്ന ആ പ്ലസൻറ്റ രമ്യയുടെ യൂട്രസിന് പുറത്തേക്ക് വളരുന്ന പ്ലസൻറ്റ അക്രീറ്റ എന്ന് പറയുന്ന കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമായിട്ടാണ് നമ്മൾ നേരിടുന്നത് എന്നത് വ്യക്തമായി. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു കോംപ്ലിക്കേഷൻ്റെ, ഇതിന് സർജറിയുടെ സമയത്ത്, സിസേറിയൻ്റെ സമയത്ത് സംഭവിക്കാൻ സാധ്യത, അമ്മയ്ക്കും കുഞ്ഞിനും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ഒരുപാട് റിയാലിറ്റിയുടെ നടുവിലൂടെയാണ് ഞങ്ങൾ ആ 9 മാസം ഇല്ല 8 മാസം പിന്നിട്ടത്. ബിക്കോസ് 8 മാസം ആയപ്പോഴേക്കും കൊച്ചിൻ്റെ മെച്യൂരിറ്റി ഏകദേശം ഒന്ന് അറ്റൈൻ ചെയ്തപ്പോഴേക്കും രമ്യയ്ക്ക് സിസേറിയൻ ഹിസ്റ്ററക്ടമി ചെയ്യേണ്ടി വന്നു. അതായത് സാധാരണ രീതിയിൽ ഗർഭപാത്രം തുറന്ന് കൊച്ചിനെ എടുക്കുക മാത്രമല്ല അതോടുകൂടെ ഗർഭപാത്രവും എടുത്തു കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ അനിയന്ത്രിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവാം, ബ്ലീഡിങ് ഉണ്ടാവാം, അമ്മയുടെ ജീവൻ അപകടത്തിലാവും. അപ്പോൾ
ഇത്തരം ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യത്തിൽ ഇത്രയും പ്രായമായ ദമ്പതികൾ നാലാമത്തെ കൊച്ചിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ മുൻപിൽ ഒരു ചോദ്യം വരുന്നു, എന്തിന് ഇത്രയും കോംപ്ലിക്കേഷൻ സഹിക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് ഈശോയുടെ ഒരു വാഗ്ദാനമായിരുന്നു, ഈശോ കൊച്ചിനെ തരും എന്നുള്ളത്. അങ്ങനെ 8ാം മാസത്തിൽ ആ കൊച്ചു പുറത്തിറങ്ങി നേരെ വെന്റിലേറ്ററിലേക്കല്ല NICU, നിയോനേറ്റൽ ICUവിൻ്റെ കെയർ കുറച്ച് 2 ആഴ്ചയോളം വേണ്ടി വന്നു. അതിനുശേഷം പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇന്ന് 11 മാസമായ കൊച്ച് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ കൊച്ചിൻ്റെ മാമോദീസ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഞങ്ങളുടെ കല്യാണം നടന്നതിനേക്കാൾ കെങ്കേമമായിട്ട് ഈ മാമോദീസ നടത്തണമെന്ന്. അപ്പോൾ എൻ്റെയും രമ്യയുടെയും ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെയും എൻ്റെ റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് വലിയ ആഘോഷമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. കാരണം ഈ പ്രായത്തിൽ ഇത്രയും കോംപ്ലിക്കേഷൻസിനെ മറികടന്നുകൊണ്ട് ഈശോ ഞങ്ങളുടെ കൂടെ നടന്ന അനുഭവം ഞങ്ങൾക്ക് തന്ന ഒരു സമ്മാനമായിരുന്നു ആ മോള്. അപ്പോൾ ആ മോളുടെ മാമോദീസ ഞങ്ങൾ നടത്തി. ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞങ്ങളുടെ മൂത്ത ആള് ഒരു അമ്മയെ പോലെയാ, ഏറ്റവും ചെറിയ ആൾക്ക്. അവളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. സോ വലിയൊരു ഗിഫ്റ്റായിട്ട് ഈ കഴിഞ്ഞ കാലയളവിൽ ഈശോ സ്പർശിച്ച ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ 4ാമത്തെ മോളുടെ ജനനമാണ്. ഈശോയുടെ ഒരു പ്രത്യേക കൃപയിൽ അധികം താമസിയാതെ തന്നെ എനിക്ക് ജോലിക്ക് തിരിച്ചു കയറാൻ പറ്റി. പിന്നെ ഇപ്പോൾ ജോലിയിലായിരിക്കുന്ന ഒരു സമയത്തും ഞാൻ എൻ്റെ പ്രൊഫഷനിലായിരിക്കുമ്പം പ്രത്യേകിച്ച് ഒത്തിരി പെയിനൊക്കെയുള്ള, പ്രത്യേകിച്ച് ഫൈബ്രോമയാൾജി അല്ലെങ്കിൽ ജനറലൈസ്ഡ് ബോഡി, ഞങ്ങളുടെ റീഹാബിൻ്റെ ഫീൽഡാണ്. ആ ഫീൽഡിൽ ഓരോ പേഷ്യൻസ് ഒക്കെ വരുമ്പം കുറച്ച് സമയം അവരെ കേട്ടിരിക്കാനും ചിലപ്പോൾ അവരുടെ ആ ഒരു ഡിപ്രഷനോ അവർ കടന്നു പോകുന്ന വലിയൊരു വേദനയോ ക്രൈസിസോ ഒക്കെ ആയിരിക്കും ഈ ഒരു പെയിൻ്റെ തന്നെ റീസൺ. അതൊക്കെ ഒന്ന് ഇന്നലെയും കൂടെ എനിക്കൊരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായി. ഒരു ടീച്ചർ അത്രയും പെയിനോടുകൂടെ വന്നപ്പം ചോദിച്ചപ്പോൾ ആ ടീച്ചറുടെ ഹസ്ബൻഡിന് ലങ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് അധിക ദിവസങ്ങളായില്ല. അതിൻ്റെ കീമോയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഈ പെയിൻ കാണിക്കാൻ വേണ്ടി ടീച്ചർ വന്നതാണ്. കുറച്ച് സമയം OP തിരക്കുണ്ടെങ്കിലും ടീച്ചറെ ഇരുന്ന് കേൾക്കാനും ഒക്കെ തയ്യാറായപ്പം ടീച്ചർ ശരിക്കും കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് മോളേന്നൊക്കെ പറഞ്ഞു കുറച്ച് കരയാനൊക്കെ ഇടയായി. അപ്പം ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് കേട്ടിരിക്കാനായിട്ടൊക്കെ തയ്യാറാവുമ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിറ്റ്നസ് ചെയ്യാനായിട്ട് മനോഹരമായിട്ട് ഈശോ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഡിസ്ചാർജ് സമ്മറിയിൽ ഈശോയുടെ കൃപയാൽ ഒരു വചനം എഴുതാനൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഓരോ കൺസൾട്ടേഷൻ കാണാനായിട്ട് ഓരോ പേഷ്യൻസിൻ്റെ റൂമിലേക്ക് കയറുമ്പം ബ്ലീഡ് ചെയ്യുന്ന ഈശോയുടെ ക്രൂശിത രൂപം മനസ്സിൽ കണ്ടിട്ട് ഒരു കുരിശ് വരച്ചിട്ടാണ് പലപ്പോഴും ആ റൂമിലേക്ക് കൺസൾട്ടേഷൻ കാണാനായിട്ട്. വലിയ പ്രാർത്ഥനയൊന്നും ആ സമയത്ത് നമുക്ക് ചൊല്ലാൻ ചിലപ്പം ടൈം കിട്ടിയെന്ന് വരില്ല. എങ്കിലും ഈശോയെ ഒന്ന് ഓർത്തൊരു കുരിശ് വരച്ചിട്ടാണ് പലപ്പോഴും കൺസൾട്ടേഷൻ കാണാൻ കയറുക. എപ്പോഴും തമ്പുരാനെ അങ്ങനെ ഒന്ന് കൂട്ടുപിടിച്ച് നടക്കുന്നതിൽ, പ്രത്യേകിച്ച് ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു ഫുൾ ടൈം അഡോറേഷൻ ചാപ്പലുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചാപ്പൽ അച്ഛന്മാർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോർണിംഗ് തുടങ്ങി ഈവനിങ് വരെ അവിടെ അഡോറേഷൻ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈശോയെ കാണാനായിട്ട് ഒരു വിസിറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈശോയുടെ അടുത്തേക്ക് ഒന്ന് ഓടിച്ചെന്നേച്ച് പോരുമ്പോൾ അവിടെ ഇങ്ങനെ മൂക്ക് ചീറ്റുന്നതും കണ്ണ് നിറയുന്നതും കരയുന്നതും ഒക്കെ ആയിട്ടുള്ള സൗണ്ട് തൊട്ടടുത്തുനിന്ന് കേൾക്കാം. കാരണം അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാ ചുറ്റും. അപ്പോൾ ആ ഒരു അഡോറേഷൻ്റെ ആ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി, പേഷ്യൻസിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു കൃപയൊക്കെ ഈശോ കൂടുതലായിട്ട് തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു ചാപ്പലിൻ്റെ പ്രസൻസ് ആക്ച്വലി ഞങ്ങളുടെ വർക്ക് അറ്റ്മോസ്ഫിയറിനെ അത്രയും ബ്ലെസ്ഡ് ആക്കുന്നുണ്ട്. അങ്ങനെ ഈശോയുടെ കൂടെ കുടുംബത്തായാലും ഈ ഒരു പ്രൊഫഷനിലായാലും ഒക്കെ തമ്പുരാൻ കൈവിടാതെ അങ്ങനെ കൊണ്ടു നടക്കുന്നതിൻ്റെ ഒരു ഫീല് ആണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈശോ കൃപ തന്നിട്ടുള്ളത്. ഈ ഫ്രെയിമിലില്ലാത്ത ഒരാൾ കൂടി ഉണ്ട് ഞങ്ങളുടെ ഫാമിലിയിൽ. ഞങ്ങളുടെ ഈ 2ാമത്തെ മോള് റൂഹ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആനിയമ്മ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇവരുടെ ആത്മാവിൻ്റെ കാര്യങ്ങൾ പോലും പുള്ളിക്കാരി നോക്കും. ഇങ്ങനത്തെ ഒരുപാട് പേരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഈ 4 കുട്ടികളെയും വെച്ചിട്ട് ഈ ഒരു പ്രൊഫഷൻ്റെ ഇടയിൽ പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ മൊത്തം ലൈഫ് ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് പലപ്പോഴും തോന്നാറ്. ഈ ഞങ്ങൾ ഡോക്ടേഴ്സ് ആയതും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയതും ഈ 4 കൊച്ചു കൊച്ചു ഗിഫ്റ്റുകൾ ഞങ്ങൾക്ക് തന്നതും എവറിത്തിങ് ഈസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച്, ഇയാൾ 1 മാസം ആവുന്ന ആ ഒരു സമയം തൊട്ടിട്ട് തന്നെ ഇയാളെയും കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി, ഞങ്ങളുടെ കൂടെ ആനിയമ്മയുടെ ഒരു കൊച്ചുമോളും ഒക്കെ ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ കുർബാനയ്ക്ക് പോവുക. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ, ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, ഞങ്ങൾക്കറിയാം ഇത് ഒരുപാട് പേർക്ക് ലഭിക്കാത്ത ഒരു കൃപയാണ്.
ഞങ്ങളൊക്കെ കഴിവുള്ള എത്രയോ പേര് പുറത്തുണ്ട്. എൻ്റെ കൂടെയൊക്കെ അസിസ്റ്റൻസ് ഒക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുമ്പോൾ അറിയാം. എന്നൊക്കെ കഴിവുള്ള എത്രയോ സർജിക്കൽ സ്കില്ലുള്ള ആൾക്കാർ, ഡോക്ടേഴ്സ് ആവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈശോയുടെ ഒരു കൃപയും ഒരു ദാനവും തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രൊഫഷൻ. ആ പ്രൊഫഷൻ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഈശോയ്ക്ക് വേണ്ടി രോഗികളെ കാണാൻ ഒക്കെ ഞങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങളത് പൂർണ്ണമായി അതിൽ സക്സസ്ഫുൾ ആയെന്ന് ഞങ്ങൾ പറയുന്നില്ല, ബട്ട് വി ആർ ട്രൈയിങ്. അങ്ങനെ ഈശോ തരുന്ന ആ ഒരു കൃപയിൽ ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു.